നമസ്കാരം. ഇന്നലത്തെ ഡൽഹി LSG മാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ IPL തുടങ്ങി 4ാമത്തെ മാച്ചായിരുന്നു. ഇത്രയും മാച്ചസിൽ ദ മോസ്റ്റ് ത്രില്ലിംഗ് മാച്ച്, ഒരു ലാസ്റ്റ് ബോൾ ഫിനിഷ്. ടോസ് കിട്ടി ഡൽഹി ബോളിംഗ് എടുക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ നിക്കോളസ് പൂരൻ്റെയും മിച്ചൽ മാർഷിൻ്റെയും ഇന്നിങ്സ് അവരൊരു 230-240 സ്കോറിലേക്ക് എത്തിക്കുമെന്ന് വിചാരിച്ചെടുത്ത് അവരുടെ ഇന്നിങ്സിൻ്റെ സെക്കൻഡ് ഹാഫിൽ ഡൽഹി ബോളേഴ്സ് നടത്തിയൊരു മികച്ച പ്രകടനം അവർ 209 റെസ്ട്രിക്റ്റ് ചെയ്തു. കുൽദീപ് യാദവിൻ്റെ സ്പെല്ല് പറയാതിരിക്കാൻ പറ്റില്ല. മികച്ച സ്പെല്ലായിരുന്നു. അതോടൊപ്പം തന്നെ മിച്ചൽ സ്റ്റാർക്കിൻ്റെ വിക്കറ്റ്സ് അതും ക്രൂഷ്യലായിരുന്നു. നിക്കോളസ് പൂരൻ ആ സമയത്ത് ഔട്ടായില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ സ്കോർ 230 മുകളിൽ പോയേനെ. അതോടൊപ്പം തന്നെ ഋഷഭ് പന്ത് ഫെയിലിയർ ആയതും അതോടൊപ്പം എടുത്തു വായിക്കേണ്ടതാണ്. അതായത് അവരുടെ സ്കോർ 209 ഒതുങ്ങാനായിട്ട് അതൊരു കാരണമായിരുന്നു. LSGയുടെ ബാറ്റിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഒരു കൊളാപ്സാണ്. ഒരു 5 വിക്കറ്റ് പെട്ടെന്ന് പോകുന്നു. അതിലൊരു ഫാഫ് ഡു പ്ലസിയുടെ ഒരു ക്യാമിയോ ഇന്നിങ്സ് ഉണ്ട്. ഇതിൽ കൂടി അവരൊരു 5 വിക്കറ്റ് പെട്ടെന്ന് പോയൊരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ. അവിടെ നിന്ന് ആ ഇന്നിങ്സ് മുന്നോട്ട് കൊണ്ടുപോയത് ക്രിസ്ത്യൻ സ്റ്റെപ്സ് നടത്തിയൊരു ക്യാമിയോ, അതോടൊപ്പം വിപ്രാജിൻ്റെ ഒരു ക്യാമിയോ. ഇതിനെല്ലാം മുകളിൽ ആശുതോഷ് റാണ എന്നൊരു വൺ മാൻ ആർമി എന്ന് തന്നെ ആണെങ്കിൽ പറയാം. അയാൾ സിംഗിൾ ഹാൻഡഡ്ലി മാച്ച് ജയിപ്പിക്കുകയായിരുന്നു. ലാസ്റ്റ് ഒരു 3-4 ഓവേഴ്സിൽ, ലാസ്റ്റ് ഒരു 2 ഓവേഴ്സ് പെർട്ടിക്കുലർ എടുത്ത് പറയുകയാണെങ്കിൽ അയാൾ ഒറ്റയ്ക്കായിരുന്നു. അയാൾ സപ്പോർട്ട് ചെയ്യാൻ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഓൾമോസ്റ്റ് 9 വിക്കറ്റ്സ് പോയി ലാസ്റ്റ് ഓവർ ആയപ്പോഴേക്കും. അപ്പോൾ അയാളുടെ ഒരു ഇന്നിങ്സിനെ ബ്രില്യൻറ്റ്, മാഗ്നിഫിഷ്യൻറ്റ് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. വി ഡോണ്ട് ഹാവ് മച്ച് വേർഡ്സ് ടു എക്സ്പ്രസ് ദാറ്റ് ഇന്നിങ്സ്. അത്രയും ബ്രില്യൻ്റ് ആയിരുന്നു. ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ അയാൾ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് മാച്ച് ഫിനിഷ് ചെയ്യുന്നൊരു കാഴ്ച. അതിനുശേഷമുള്ള അയാളുടെ സെലിബ്രേഷൻ, പോസ്റ്റ് മാച്ച് അയാൾ താങ്ക്സ് പറഞ്ഞിരുന്നത്, വീഡിയോ കോളിലൂടെ താങ്ക്സ് പറഞ്ഞിരുന്നത് ശിഖർ ധവാനോടാണ്. സോ യു ഷുഡ് ബി ഡൂയിങ് സം മെൻറ്ററിങ് ടു ആശുതോഷ്. കഴിഞ്ഞ സീസണിലും ആശുതോഷ് ഇങ്ങനെ കുറച്ച് ഗ്ലിംസസ് കാണിച്ചിരുന്നു. ഒരു 2-3 ഇന്നിങ്സിൽ നല്ലതായിട്ട് പെർഫോം ചെയ്തിരുന്നു. ബട്ട് നൗ ഹീസ് ടേക്കിംഗ് ദ സെൻറ്റർ സ്റ്റേജ് എന്ന് വേണം പറയാൻ. ഇന്നലെ 2 ടീമും 2 ന്യൂ ക്യാപ്റ്റൻസിൻ്റെ അണ്ടറിലാണ് കളിച്ചത്. ഡൽഹി അക്സർ പട്ടേലിൻ്റെ അണ്ടറിലും LSG ഋഷഭ് പന്തിൻ്റെ അണ്ടറിലും. 2 പേരുടെയും ക്യാപ്റ്റൻസി എടുത്ത് പറയുകയാണെങ്കിൽ 2 പേരും നന്നായിട്ട് ടീം ലീഡ് ചെയ്തിരുന്നു. അതായത് LSG ഒരു മികച്ച സ്കോറിലേക്ക് പോകുന്ന ഘട്ടത്തിൽ 209 റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റിയത് അക്സറിൻ്റെ ഒരു ബ്രില്യൻസ് ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയോടെ കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡൽഹിയെ ഒരു കൊളാപ്സിലേക്ക് തള്ളിവിട്ടതും. ഡൽഹിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ, LSGയുടെ ഭാഗത്ത് നോക്കുമ്പോൾ അവരുടെ ബോളിംഗ് ലൈനപ്പ് എനിക്ക് അത്ര ഒരു എക്സെപ്ഷണൽ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷാർദുൽ താക്കൂർ ഉണ്ട്, രവി ബിഷ്ണോയ് ഉണ്ടെങ്കിൽ കൂടി. പക്ഷെ ഇന്നലെ മികച്ചതായിട്ട് ബോൾ ചെയ്തത് സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നറാണ്. ഷാർദുൽ ഓപ്പണിംഗ് സ്പെല്ലിൽ വിക്കറ്റ്സ് എടുത്തിരുന്നു. രവി ബിഷ്ണോയ് തൻ്റെ ഒരു മികവ് പുലർത്താൻ അവിടെ സാധിച്ചില്ല. അത് തന്നെയാണ് അവർക്ക് തിരിച്ചടിയായതും. പക്ഷേ അവരുടെ ഒരു ബെഞ്ച് സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ബോളേഴ്സ് ബെഞ്ചിലുണ്ട്. ആവേശ് ഖാൻ ഉണ്ടായിരുന്നു, ആകാശ് ദീപ് ഉണ്ടായിരുന്നു. എന്താണ് അവരെ കളിപ്പിക്കുക എനിക്കറിയില്ല. ഒരു സ്ട്രൈക്ക് ബോളറുടെ ഒരു ബോളിംഗ് ലീഡറുടെ ഒരു കുറവ് അവർക്ക് ഉണ്ടായിരുന്നു. അത് തന്നെയാണ് എൻഡിലേക്ക് എത്തുമ്പോൾ അവരെ ബാക്ക് ഫുട്ടിലേക്ക് ആക്കിയത്. ഗുജറാത്ത് ടൈറ്റൻസ് വേഴ്സസ് പഞ്ചാബ് സൂപ്പർ കിങ്സ്. IPL 2025 ഇന്നത്തെ മത്സരം ഇവർ തമ്മിലാണ്. ഗുജറാത്തും പഞ്ചാബും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. വീണ്ടും ഒരു തുല്യശക്തികളുടെ പോരാട്ടം എന്ന് പറയേണ്ടി വരും. 2 ടീമിലും വളരെ മികച്ച കളിക്കാർ അണിനിരക്കുന്നുണ്ട്. ഇപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസ് നോക്കുകയാണെങ്കിൽ ജോസ് ബട്ട്ലർ, ശുഭ്മൻ ഗിൽ, സായി സുദർശൻ, ഗ്ലെൻ ഫിലിപ്സ്, വാഷിംഗ്ടൺ സുന്ദർ, രാഹുൽ തെവാത്തിയ, റാഷിദ് ഖാൻ, പ്രഗീസോ റബാഡ, മുഹമ്മദ് സിറാജ്. ഒരു മികച്ച ഒരു ലൈനപ്പ് അവർക്കുണ്ട്. അതുപോലെ തന്നെ പഞ്ചാബ് സൂപ്പർ കിങ്സിലാണെങ്കിൽ ജോഷ് ഇംഗ്ലിസ് കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒരു മികച്ച സെഞ്ചുറിയിൽ ഓസ്ട്രേലിയനെ വിജയിപ്പിച്ചതാണ്. ശ്രേയസ് അയ്യർ, പ്രഭ്സിമ്രൻ സിംഗ്, ഗ്ലെൻ മാക്സ്വെൽ, മാർക്കസ് സ്റ്റോയിനസ്, ശശാങ്ക് സിംഗ്. ഈ ഓപ്ഷനല്ല, അതിനു മുമ്പത്തെ ഓപ്ഷനിൽ ആളുമാറി പഞ്ചാബ് വാങ്ങിച്ച പ്ലെയറായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷത്തെ അവരുടെ ഒരു സർപ്രൈസ് പാക്കേജാണ് ശശാങ്ക് സിംഗ്. ഒരുപാട് മത്സരങ്ങൾ അദ്ദേഹം പഞ്ചാബിനെ വിജയിപ്പിച്ചു. മാർക്കോ ജാൻസൺ, അർഷദീപ് സിംഗ്, യുസ്വേന്ദ്ര ചാഹൽ, ലോക്കി ഫെർഗ്യൂസൺ, പിന്നെ കേരളത്തിൻ്റെ സ്വന്തം വിഷ്ണു വിനോദ് അദ്ദേഹം കളിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ആ ലൈനപ്പിൽ.
ഒരു ലൈനപ്പ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഗുജറാത്തിന് റാഷിദ് ഖാൻ ഉണ്ടെങ്കിൽ, റാഷിദ് ഖാൻ എന്ന് പറയുന്ന മികച്ച ലെഗ് സ്പിന്നർ ഉണ്ടെങ്കിൽ, ഇപ്പുറത്ത് നമ്മുടെ പഞ്ചാബിന് യുസ്വേന്ദ്ര ചാഹൽ എന്ന് പറയുന്ന മികച്ച ലെഗ് സ്പിന്നർ ഉണ്ട്. അതുപോലെ 1-to-1 നോക്കുകയാണെങ്കിൽ ഒരു ഈക്വൽ ടീം, ഒരു ഈക്വൽ സ്ട്രെങ്ത് ഉള്ള ഒരു ലൈനപ്പ് തന്നെയാണ് ഈ ഒരു ടീമിനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മികച്ച മത്സരം, ഒരു ടൈറ്റ് മാച്ച് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു പ്രഡിക്ഷനിലേക്ക് കടക്കാൻ ഈ മാച്ചിൽ പ്രഡിക്റ്റ് ചെയ്താൽ ഒരു മണ്ടത്തരമാകാൻ ചാൻസ് ഉള്ള ഒരു മാച്ചാണ്. അതായത് ആര് ജയിക്കുമെന്ന് നമുക്കൊരു ക്ലിയർ ഒരു എഡ്ജ് രണ്ട് ടീമിലും ഇല്ല. രണ്ട് ടീം ഒരുപോലെ ശക്തരായ പ്ലെയേഴ്സ് ഉള്ളതാണ്. അതുകൊണ്ട് ഒരു പ്രഡിക്ഷനായിട്ട് കൂട്ടണ്ട. ബട്ട് കഴിഞ്ഞ റിവ്യൂവിൽ പറഞ്ഞ മാതിരി ഒരു എഡ്ജ് ഞാൻ കാണുന്നത് ഗുജറാത്ത് ടൈറ്റൻസിന് തന്നെയാണ്. അവരുടെ ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലാണ് പഞ്ചാബിനെ നയിക്കുന്നത്. കൊൽക്കത്തയിൽ നിന്ന് വന്ന ശ്രേയസ് അയ്യരാണ് രണ്ട് ഇന്ത്യൻ ക്യാപ്റ്റൻസ്, രണ്ട് ഇന്ത്യൻ യങ് ബ്ലഡ്സ്. അവരെങ്ങനെ തങ്ങളുടെ ടീമിനെ വിജയത്തിലേക്ക് നയിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. മാച്ച് അനാലിസിസുമായി മാച്ചിന് ശേഷം വീണ്ടും കാണാം. ഗുഡ് ബൈ.